ഏപ്രിൽ 8, 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം ഏകദേശം 23 വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ഒരു യുദ്ധത്തിൽ തകർക്കപ്പെടുന്നത്. ഇറാന്റെ മിലിറ്ററിയെ മുഴുവൻ അമേരിക്കൻ മിലിറ്ററി ഉപയോഗിച്ച് തകർത്തു എന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ് ഏകദേശം 48 മണിക്കൂർ കഴിയുമ്പോഴാണ് അമേരിക്കയുടെ US F-15യും A-10 എന്നീ രണ്ട് ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ തകർക്കുന്നത്. യുഎസിന്റെ രണ്ട് ഫൈറ്റർ ജെറ്റുകളായ US F-15യും US A-10ഉം എന്ന ഫൈറ്റർ ജെറ്റുകളാണ് ഈയിടയ്ക്ക് ഇറാൻ തകർത്തത്. ഇതിൽ F-15E എന്ന ഫൈറ്റർ ജെറ്റ് എന്നത് 2 സീറ്റുകളുള്ള ഫൈറ്റർ ജെറ്റാണ്. ഇതിൽ ഒരാൾ ഫൈറ്റർ ജെറ്റിന്റെ പൈലറ്റും മറ്റൊരാൾ WSO അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റം ഓഫീസറുമാണ് ഈ ഫൈറ്റർ ജെറ്റിലുള്ളത്. ഇവിടെ ഇറാന്റെ അറ്റാക്കിൽ തകർന്ന US F-15 രക്ഷപ്പെട്ടത് ഒരു ക്രൂ മെമ്പർ മാത്രമാണ്. രണ്ടാമത്തെ ആൾ മിസ്സിംഗുമാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നതാണ്. ഇതിൽ പൈലറ്റ് ആണോ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റം ഓഫീസറാണോ രക്ഷപ്പെട്ടത് എന്നും ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ US ഭാഗത്ത് നിന്ന് പോലും ഇല്ല എന്നതാണ്. അതുപോലെ തന്നെ US മറ്റൊരു ഫൈറ്റർ ജെറ്റായ A-10 ജെറ്റ് കൂടി ഇറാൻ തകർത്തിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ട് കാണും. ഈ A-10 എന്ന ജെറ്റ് ഒരു സിംഗിൾ സീറ്റ് ഫൈറ്റർ ജെറ്റാണ്. US F-15 പോലെ ഒരു പൈലറ്റും ഒരു വെപ്പൺ സിസ്റ്ററും ഇവിടെ ഇല്ല എന്നതാണ്. A-10ൽ ജെറ്റ് ഫ്ലൈ ചെയ്യുന്നതും വെപ്പൺ സിസ്റ്റവും കൺട്രോൾ ചെയ്യുന്നതും ഇവിടെ ഒരാൾ മാത്രമാണ്. അതുപോലെ തന്നെ A-10 എന്ന ഫൈറ്റർ ജെറ്റിനെ വാർത്തോഗ് എന്നൊരു പേരിലും കൂടി അറിയപ്പെടുന്നു എന്നതാണ്. വേൾഡ് വാർ 2 ശേഷമാണ് ഈ ഫൈറ്റർ ജെറ്റിനെ ഫെയർ ചൈൽഡ് റിപ്പബ്ലിക് A-10 തണ്ടർബോൾട്ട് 2 എന്ന് പേര് വിളിക്കാൻ തുടങ്ങിയത്. ഇവിടെ എല്ലാ ഫൈറ്റർ ജെറ്റുകളും ഒരേ രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നവയല്ല. അതായത് ചില ഫൈറ്റർ ജെറ്റുകൾ പ്രധാനമായും ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രധാന ഫോക്കസ് ഏരിയ എന്നത് എയറിലൂടെ വരുന്ന ശത്രുക്കളെ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളെ തകർക്കുകയും അല്ലെങ്കിൽ അവരുടെ മിസൈലുകളെ തകർക്കുക എന്നതൊക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഫൈറ്റർ ജെറ്റുകളെയാണ് എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത്. യുഎസിന്റെ തന്നെ ഏറ്റവും മികച്ച 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളായ F-22ഉം Su-355ഉം ഇതിന് ഉദാഹരണമാണ്. പിന്നെയുള്ളത് എല്ലാ രീതിയിലും ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഫൈറ്റർ ജെറ്റുകളാണ്. അതായത് എയറിലൂടെയും എയറിൽ നിന്ന് ഗ്രൗണ്ടിലേക്കുള്ള ബോംബിങ്ങും അതേപോലെ തന്നെ സെൻസറുകളും ക്യാമറകളും റഡാറും ഉപയോഗിച്ച് ശത്രുക്കളെ നിരീക്ഷിക്കാനും മാപ്പിംഗ് ചെയ്യാനുമുള്ള കഴിവുള്ള ഫൈറ്റർ ജെറ്റുകളുമുണ്ട്. ഇങ്ങനെയുള്ള ഫൈറ്റർ ജെറ്റുകളെയാണ് മൾട്ടി റോൾ അല്ലെങ്കിൽ സിംഗ് റോൾ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത്. F-35, റാഫേൽ, JAS-39 എന്നിവ ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് ഉദാഹരണമാണ്. പിന്നെയുള്ളത് ഇന്റർസെപ്റ്റർ എയർക്രാഫ്റ്റുകളാണ്. അതായത് വളരെ വേഗത്തിൽ പറക്കാനും ശത്രുക്കളുടെ മിസൈലുകൾ തകർക്കാൻ കഴിയുന്ന തരം ജെറ്റുകളെയാണ് ഇന്റർസെപ്റ്റർ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ MiG-31, F-106 എന്നിവ ഇന്റർസെപ്റ്റർ ഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. പിന്നെയുള്ളത് സ്ട്രൈക്ക് ഫൈറ്റർ അല്ലെങ്കിൽ ഫൈറ്റ് ബോംബർ ഫൈറ്റർ ജെറ്റുകളാണ്. അതായത് എയറിലും ഗ്രൗണ്ടിലും വളരെ നേരം വലിയ രീതിയിൽ യുദ്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഫൈറ്റർ ജെറ്റുകളാണിവ. അത് മാത്രമല്ല ഹെവിയർ ആയിട്ടുള്ള ബോംബ്സും മിസൈലും വഹിക്കാൻ കഴിയുന്ന ഒരു ഫൈറ്റർ ജെറ്റുകളാണിത്. ഇപ്പോൾ ഇറാൻ തകർത്ത യുഎസിന്റെ F-15E എന്നത് ഈ ഫൈറ്റർ ജെറ്റുകളാണ്. അതുപോലെ തന്നെ പ്രധാനമായും ഗ്രൗണ്ടിനോട് അടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിവുള്ള ജെറ്റുകളെയാണ് ക്ലോസ് എയർ സപ്പോർട്ട് അല്ലെങ്കിൽ CAS ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറാൻ തകർത്ത യുഎസിന്റെ A-10 എന്ന ഫൈറ്റർ ജെറ്റ് ഇതിന്റെ ഒരു കാറ്റഗറിയിൽ പെടുന്നവയാണ്. ഈ രണ്ട് ഫൈറ്റർ ജെറ്റുകളെയും അതായത് F-15യെയും A-10നെയും ഒന്ന് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഏകദേശം 2.5 മാച്ച് സ്പീഡിലാണ് F-15 എന്ന ഈ ഫൈറ്റർ ജെറ്റിനുള്ളത്. അതായത് ഏകദേശം 3017 km/h ആണ് ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ 2.5 മാച്ച് എന്നത് ശബ്ദത്തിന്റെ വേഗതയുടെ ഏകദേശം 2.5 ടൈംസ് വേഗതയിൽ ഇവയ്ക്ക് പറക്കാൻ കഴിയുന്നു എന്നതാണ്. അതുപോലെ A-10 എന്ന ഫൈറ്റർ ജെറ്റിന്റെ മാക്സിമം വേഗത എന്ന് പറയുന്നത് മാച്ച് 0.56 മാത്രമാണ്. അതായത് ഏകദേശം 676 km/h മാത്രമാണ് ഇതിന് സഞ്ചരിക്കാൻ കഴിയുന്നത്. എല്ലാ കാലാവസ്ഥയിലും വളരെ മികച്ച രീതിയിൽ പറക്കാൻ കഴിയുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് F-15E എന്നത്. ഇതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫൈറ്റർ പ്ലെയിൻ ആണ്. എന്നാൽ A-10 എന്നത് ഒരു ലോവർ ആൾട്ടിറ്റ്യൂഡ് ഫൈറ്റർ പ്ലെയിൻ ആണ്. ഇതുകൊണ്ട് തന്നെ F-15നെ അപേക്ഷിച്ച് കാലാവസ്ഥ A-10ന്റെ ഒരു പരിധി വരെ ലിമിറ്റ് ഉണ്ട് എന്നതാണ്. ഇനി എങ്ങനെയായിരിക്കും ഇത്രയും വലിയ ഫൈറ്റർ ജെറ്റുകളെ ഇറാൻ തകർത്തിട്ടുണ്ടായിരിക്കുക എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ റഡാർ ബേസ്ഡ് ആയിട്ടുള്ള ട്രാക്കിംഗ് സംവിധാനങ്ങളല്ല, മറിച്ച് അവർ ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്റ്റിക്കൽ ആൻഡ് ഇൻഫ്രാറെഡ് സെൻസർ സംവിധാനങ്ങളാണ്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ തന്നെ പുറത്തുവിട്ട ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈ കോൺട്രാസ്റ്റ് ഉള്ള ഇലക്ട്രോ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ട്രാക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഇവർ ഈ ജെറ്റുകളെ ട്രാക്ക് ചെയ്തത്. ഇത് മാത്രം കൊണ്ടല്ല അവർക്ക് വളരെ വേഗം ഈ ഫൈറ്റർ ജെറ്റുകളെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ പറഞ്ഞ F-15E ജെറ്റും A-10 എന്ന ജെറ്റും സ്റ്റെൽത്ത് ജെറ്റുകളല്ല എന്നതാണ്. അതായത് സ്റ്റെൽത്ത് ജെറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ശത്രുക്കളുടെ റഡാറിൽ പെടാതിരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളും അതുപോലെ വളരെ കുറഞ്ഞ ഹീറ്റ് പുറത്തുവിടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫൈറ്റർ ജെറ്റുകളെ ഇൻഫ്രാറെഡ് സെൻസറുകൾക്ക് പോലും പലപ്പോഴും ട്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നതാണ്. ഇറാന്റെ ഈ സംവിധാനത്തെയാണ് ഇറാൻസ് മജിദ് സർഫസ് മിസൈൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇൻഫ്രാറെഡ് ട്രാക്കിംഗ് ഉപയോഗിച്ച് ഏകദേശം 15 കിലോമീറ്റർ മുകളിൽ വരെയുള്ള ട്രാക്ക് ചെയ്യാൻ ഈ സംവിധാനത്തിന് സാധിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ F-15നെയും A-10 എന്നീ ഫൈറ്റർ ജെറ്റുകൾ സ്റ്റെൽത്തർ ജെറ്റുകൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവയുടെ ഹീറ്റ് മാപ്പ് ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ സംവിധാനങ്ങൾക്ക് ഈ ജെറ്റുകളെ ട്രാക്ക് ചെയ്യാനും ആക്യുറേറ്റ് തന്നെ ഇവയെ നശിപ്പിക്കാനും സാധിക്കുന്നു എന്നതാണ്.